ണ്ട് അവരായിരിക്കും എന്ന് പറഞ്ഞു. അവർക്കൊന്ന് കൊടുക്കാവെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വെളിയില്ല, ഇപ്പം കൊടുക്കത്തില്ല, ചെന്ന് കഴിഞ്ഞിട്ട് കൊടുക്കാം, അർജന്റ് ആണോന്ന് ചോദിച്ചു. പറയാം അല്ല, ഒക്കെ ചെന്നിട്ട് ഞാൻ മറന്നുപോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അയാൾ വിളിച്ചിട്ട് വെച്ചു പിള്ളേർക്കൊന്ന് കൊടുക്കാവോ. പിന്നെ എൻ്റെ സലൂണിൽ വിളിച്ചിട്ട് പറഞ്ഞു ആരുടെയെങ്കിലും ഒരു ഫോൺ കൊടുക്ക്, അവരുടെ ഫ്രണ്ടിനോട് സംസാരിക്കാനാണെന്ന് പറ, റയീസ് ഏതാണ്ടാ പേര് എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു. ഇത്രയുള്ള അറിയത്തുള്ളൂ. അത് കഴിഞ്ഞ് അവർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോയി. അത് ബിഫോർ ആഫ്റ്റർ ക്ലിപ്പ് എടുക്കുവേ, ഫോട്ടോ എടുക്കും. അത് നിങ്ങൾക്ക് കിട്ടിയോ അറിയത്തില്ല. പിന്നെ അവർ കോണ്ടാക്ട് ചെയ്തോ? ഇല്ല. പിന്നെ ഈ റയീസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ പിള്ളേരെ, ഞാൻ അയാളോട് പറഞ്ഞു ഇവർ പനവേലിന് പോകണമെന്നൊക്കെയാ പറയുന്നത്, ബസ്സിന് പോകണമെന്നൊക്കെ പറയുന്നത്, ഭയങ്കര ദൂരമാണല്ലോ എന്നിങ്ങനെ ചോദിച്ചു. അന്നേരം പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുക, ചേച്ചി ലൊക്കേഷൻ ഒന്ന് ഇടാവോന്ന് ചോദിച്ചു. ഓക്കെ. അപ്പൊ ഞാനപ്പോ എന്റെ സലൂണിന്റെ പേര് ലൊക്കേഷനും ഇട്ട് കൊടുത്തു. കുറച്ചു നേരം കഴിയുമ്പോൾ പറഞ്ഞു പിള്ളേരോട് പോകരുത്, അവിടെ നിൽക്കണമെന്ന് പറയാം. അപ്പൊ ഞാൻ ഉടനെ ഫോണിൽ കൂടെ ആ പിള്ളേരെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഫ്രണ്ട് ഇങ്ങോട്ട് വരുവാൻ, നിങ്ങൾ പോകണ്ട, വഴി തെറ്റിപ്പോവും, അതുകൊണ്ട് ഫ്രണ്ട് വരുന്നുണ്ട്, നിങ്ങൾ ഇല്ലോ, അയാൾ വന്നു കഴിയുമ്പോൾ അയാളുടെ കൂടെ പൊക്കോളാൻ പറഞ്ഞേ. പിന്നെ ഞാൻ വിചാരിച്ചു മുകളിൽ പിള്ളേർ അവിടെ ഇരിപ്പുണ്ടായിരിക്കും. കുറച്ച് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വന്നിട്ട് ഞാൻ പറഞ്ഞ പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോഴാണ് എന്റെ സ്റ്റാഫ് പറയുന്നത് ഇല്ല, മാഡത്തിന്റെ ഫോൺ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അവർ ബാഗൊക്കെ എടുത്ത് പോയെന്ന്. അപ്പം ഞാൻ തന്നെ അവരോട് പറഞ്ഞെന്ന് എന്റെ സ്റ്റാഫിനും അറിയത്തില്ലല്ലോ. അങ്ങനെ പറ്റിപ്പോയി. മനസ്സിലായി. താങ്ക് യു ലൂസി, നമ്മോടൊപ്പം ചേർന്നതിന്. മുംബൈയിലെ സലൂൺ ഉടമ ലൂസിയാണ് ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത്. എന്നാൽ ഈ പെൺകുട്ടികൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ അവിടെ നിന്ന് പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, നമ്മുടെ മലയാളികളൊക്കെ 2 റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിന്നിട്ടും ഒന്നും ഒരു എത്തും പിടിയും കിട്ടിയില്ലല്ലോ അല്ലേ? ഇതുവരെ ഒരു വിവരമില്ല എസ്കെൻ. ഏതായാലും അന്വേഷണം പല വിധത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ മുംബൈ പോലീസുമായി കൂടി കേരള പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഈ കുട്ടികളിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി, ഈ കുട്ടികളുടെ ഫോൺ നമ്പറോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ലഭ്യമല്ലാത്തതിനാൽ ഈ കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്ന ആളെ ആദ്യം കണ്ടെത്തേണ്ടതുണ്ട്. ഇയാളുടെ നമ്പർ ഏതായാലും ഇപ്പോഴും ഓൺ തന്നെയാണ്, ഫോൺ ഓഫാക്കി വെച്ചിട്ടില്ല. ഞാനിപ്പോൾ പോലും ഒന്ന് വിളിച്ച് നോക്കിയിരുന്നു ഇയാൾ എവിടെയാണ്, എന്തെങ്കിലും പറയുമോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ അയാൾ ഫോൺ എടുക്കാനോ സംസാരിക്കാനോ തയ്യാറില്ല. പക്ഷേ ഇയാളുടെ ഫോൺ ഓണാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇയാളിലേക്ക് എത്താൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കും. എങ്കിൽ പിന്നെ മറ്റ് പദ്ധതികൾ ഇവിടെ മറ്റാരെങ്കിലും കാണാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നോ, അങ്ങനെയെങ്കിൽ വേറെ ആരെങ്കിലും ഇവിടെ കുട്ടികളെ കാത്തിരുന്നോ എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ലൂസി പറഞ്ഞ അടക്കമുള്ള നിർണായകമായ ചില വിവരങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നു. മറുവശത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, ഈ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള, എത്തിപ്പെടാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ആളുകളെ എത്തിച്ച് പരിശോധന നടത്തി കണ്ടെത്തുകയാണ്. നമ്മൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് നാടുവിട്ടുപോയ പെൺകുട്ടിയെ, അതിഥി തൊഴിലാളിയുടെ കുട്ടിയെ നമ്മൾ വിശാഖപട്ടണത്തിൽ നിന്ന് കണ്ടെത്തിയതടക്കമുള്ള അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പരിശോധന റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് ഏതായാലും മലയാളി സംഘടനകൾ നടത്തുന്നുണ്ട്. അതിന് നമ്മൾ തന്നെ ഏതായാലും അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ആളുകളെ നമ്മൾ പരമാവധി ഈ കാര്യത്തിലൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ശുഭകരമായ വാർത്ത നമുക്ക് ലഭിക്കും എന്നതാണ് എസ്കെൻ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. അത്തരമൊരു പ്രതീക്ഷയിൽ തന്നെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇന്ന് രാത്രി തന്നെ ഈ കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുട്ടികൾ അധിക ദൂരം, ഏതായാലും മുംബൈക്ക് പുറത്തേക്ക് പോകാനുള്ള സമയമൊന്നും ആയിട്ടില്ല. എത്ര സഞ്ചരിച്ചാൽ പോലും ഒരു 2 മണിക്കൂർ യാത്ര ചെയ്താൽ പോലും പൻവേൽ വരെയൊക്കെ എത്താനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ പെട്ടെന്ന് തന്നെ ഈ കുട്ടികളെ ഒരു വലിയ ദൂരത്തേക്ക് പോകാതിരിക്കുന്ന സാഹചര്യത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രത്യാശ അവിടെയുണ്ട്. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ ആണ് നമ്മളുടെ യഥാർത്ഥത്തിൽ ഒരു പ്രതീക്ഷയുള്ളത്. ഈ യാത്രാ മധ്യയൊക്കെ കുട്ടികളെ കണ്ടെത്തുക അതത്ര എളുപ്പമല്ല. അങ്ങനെ വലിയ തോതിൽ വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയൊന്നും ഈ ഘട്ടത്തിൽ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് സ്റ്റേഷനിൽ എത്തുന്ന മുറയ്ക്ക് കുട്ടികളെ കണ്ടെത്താൻ ഏതായാലും കഴിയും. അതുവരെ കുട്ടികൾക്ക് യാതൊരു ആപത്തും വരാതിരിക്കട്ടെ എന്നതാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു പ്രതീക്ഷ.